തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിൽ സ്ഫോടനം. പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനം. 40 പേർക്ക് പരിക്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഗുരുതര സ്ഫോടനമാണ്, 40 പേർക്കാണ് പരിക്ക്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പരിക്കിന്റെ വിവരങ്ങൾ, അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. തൃശൂർ മുണ്ടത്തിക്കോട് പ്രവർത്തിക്കുന്ന തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയിലാണ് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന പടക്ക നിർമ്മാണശാലയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 40-ലധികം ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പല ഒരു പാടത്തിന് നടുവിൽ ഒഴിഞ്ഞ സ്ഥലത്താണ് ഇത്തരത്തിൽ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികളുടെ നിർമ്മാണം നടക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ അപകട സ്ഥലത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് സ്ക്രീനിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. നിലവിൽ അപകട സാധ്യത സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ആർക്കാണ് പരിക്കേറ്റത്, എത്ര പേർക്കാണ് പരിക്കേറ്റത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. 40-ലധികം ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയാണ്. വലിയ പടക്കങ്ങൾ അവിടെ ഇതിനോടകം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. നിലവിൽ 40-ലധികം ജോലിക്കാരാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം, പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. മുണ്ടത്തിക്കോടാണ് ഈ വെടിക്കെട്ട് പുര. അവിടെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ച്, വെടിക്കോപ്പുകൾ നിർമ്മിച്ച് തൃശൂർ പൂരത്തിന് മുന്നോടിയായി, സാമ്പിൾ വെടിക്കെട്ടിന് മുന്നോടിയായി തൃശൂർ നഗരത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പാലക്കാട് മുതലമടയിലും പാറമേക്കാവിന്റെ ദേവസ്വത്തിൻ്റെതായിട്ടുള്ള വെടിക്കെട്ട് നിർമ്മാണശാല ഇതിന്റെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എന്താണ് അപകടത്തിന് ഇടയാക്കിയതെന്നടക്കമുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമികമായി ഈ അപകടം നടന്ന് മിനിറ്റുകൾ മാത്രമാണ് ആയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാവേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ആംബുലൻസും ചേർത്തുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റ ആളുകളെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എല്ലാവർക്കും മുന്നിലുള്ള കാര്യം. പ്രാഥമികമായ വിവരം 10-ലധികം ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ്. ഏത് നിലയിലാണ് ഇവരുടെ പരിക്ക് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അവരെ എത്രയും വേഗം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ്, അതീവ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അവിടെ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ദേവസ്വം ലൈസൻസ് എടുത്ത ആളുകളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ വെടിക്കോപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടന്നു വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് അവിടെ അപകടത്തിന് ഇടയാക്കിയതെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കാനുള്ള, രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടുതൽ ആളുകളെ അവിടേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടന്നു വരികയാണ്. കൂടുതൽ സന്നദ്ധ സേനയും പോലീസും അടക്കം അവിടേക്ക് എത്തുകയാണ്. നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളും അവിടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 40-ലേറെ തൊഴിലാളികളാണ് അവിടെ നിർമ്മിക്കുന്നത്. വെടിമരുന്നുകളും പടക്കങ്ങളും വലിയ അമിട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് പടക്ക നിർമ്മാണ സാമഗ്രികളും അടക്കം ഇപ്പോൾ അവിടെ ഇത്തരത്തിൽ നിർമ്മിച്ചു വരുന്നതുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണ് ഒരു 6 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് നമ്മോടൊപ്പം ചേരുകയാണ്. ഗിരീഷ്, വലിയൊരു അപകടമാണ് നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ? പ്രാഥമിക വിവരങ്ങളെ ഉള്ളൂ എന്നറിയാം, എന്നാലും എന്താണ് അവിടെ സംഭവിച്ചത്? എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയാം. ഞാനിപ്പോ ഓൺ ദ വേയിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അറിഞ്ഞ ഉടനെ ഞാൻ വണ്ടി എടുത്ത് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഈ സ്ഥലമൊക്കെ അറിയാമായിരിക്കും. ശരി, നന്ദി ഗിരീഷ് വിവരങ്ങൾക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആംബുലൻസുകൾ ആ സ്ഥലത്തു നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട്. അപകടമുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് ഉണ്ടാക്കുന്ന വെടികൾ അത്രയും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള വെടിക്കെട്ടായിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. അവിടെയുള്ള ജീവനക്കാർ 40-ലധികം പേരാണ് അവിടെ ജോലി ചെയ്ത്
കൊണ്ടിരിക്കുന്നത്. അതിൽ 10ഓളം ആൾക്കാർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം.